ഈ ടി കെ ഗോവിന്ദ മാഷ് രാവിലെ വന്ന് കണ്ടല്ലോ. നേരത്തെ പാർട്ടിയിൽ നിന്ന് പാർട്ടി വിട്ട് പുറത്തേക്ക് പോയ ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന വ്യക്തിപരമായി കോടിയേരിയോടുള്ള ഒരു അടുപ്പത്തിന്റെ മുകളിലാണ് വന്നതെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് ഗോവിന്ദേട്ടൻ ഇവിടെ വന്നത്. പാർട്ടി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല അദ്ദേഹവും വന്നത്, ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും വന്നതല്ലേ. അവർ എത്ര പാർട്ടിക്കാർ ഇവിടെ വരുന്നുണ്ട്, എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ, എത്രയോ ജനങ്ങൾ ഇപ്പോഴും. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് ആ മ്യൂസിയം, ഞാൻ ഉണ്ടാക്കി വെച്ചത് ആ സ്റ്റാച്യു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പം നിങ്ങൾക്ക് ആ ബുക്കിൽ ഒപ്പിട്ടെന്നൊക്കെ അറിയാം, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോടോ അദ്ദേഹത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ. അപ്പം ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ അതിൽ പാർട്ടിയൊന്നും ഞാൻ നോക്കില്ല. പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാരെ ഗോവിന്ദ മാഷ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വീട്ടിൽ വരുന്ന മറ്റ് നേതാക്കൾ വർഗവഞ്ചകൻ എന്നാണ് വിളിച്ചത് അദ്ദേഹത്തെ. അയ്യോ, അതെൻ്റെ വിഷയമല്ല, അതെനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൽ വരുന്ന ആളെ ഞാൻ സ്വീകരിക്കും. CPM-ന്റെ നേതാക്കളെ വർഗവഞ്ചകൻ, ഒറ്റുകാരൻ എന്നൊക്കെ വിളിച്ച ഒരാളാണ് ടി കെ ഗോവിന്ദൻ. അതുകൊണ്ട് അങ്ങനെ ഒരാളെ അവിടെ മാറ്റി നിർത്തേണ്ടതല്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ വരുന്ന ആളാ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത്രയുള്ളൂ. ടി കെ ഗോവിന്ദൻ ഇപ്പോൾ വലിയ ഞാൻ വിളിക്കില്ല. ടി കെ ഗോവിന്ദ മാഷ് വലിയൊരു വിജയമാണ് തളിപ്പറമ്പിൽ നേടിയിരിക്കുന്നത്. അത് പാർട്ടിക്കെതിരെയാണ്. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊന്നും ഞാനിപ്പോൾ പറയില്ല. പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട ആളല്ല ഞാൻ. ഇപ്പം ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയില്ല. വ്യക്തിപരമായിട്ട് മാഷുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? വളരെ വലിയ അടുപ്പാണ്. ഏതോ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂത്ത മകൻ ബിനീഷിൻ്റെ ചേട്ടൻ ഗോവിന്ദ മാഷ മരുവാൻ്റെ കൂടെ ഏകദേശം ഒരു കൊല്ലത്തോളം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. ഞാനതൊന്നും മറക്കില്ല. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ വേണ്ടെന്ന് പറയുക എനിക്ക് വലിയ ഇഷ്ടമാണ് കുടുംബത്തോട്. അതിലൊരു തർക്കമില്ല. ഈ മാഷ് പാർട്ടി വിട്ട് പോയപ്പോൾ മാഷക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ടി കെ ഗോവിന്ദ മാഷക്കെതിരെ. അതിനൊക്കെ കാണുമ്പോൾ എന്താ ഒരു വിഷമം തോന്നി ഇത്രയും അടുപ്പമുള്ള ഒരാളോട്? എനിക്കൊന്നും തോന്നാതെ എന്താ പറയുക, ഞങ്ങൾക്കെതിരെ ഉണ്ടായതുപോലെ ആർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മീഡിയയിലോ ഒന്നും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ? ഇപ്പം അതെല്ലാം ശീലിച്ചു പോയി. പറഞ്ഞോട്ടെ, പാർട്ടിക്കാർ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതൊക്കെ ശീലിച്ചു പോയി. ആരെ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയില്ല 2 ദിവസം ആയിസേ ഉള്ളൂ. അത് പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. മാഷിന്റെ വിജയം അപ്പോൾ ഒരു സന്തോഷം തരുന്നത് തന്നെയാണ് വ്യക്തിപരമായിട്ട്. എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ട് സന്തോഷമാണെന്ന് പറയാനോ? ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. സന്തോഷമുണ്ട് ടി കെ ഗോവിന്ദ മാഷ് അവിടെ വിജയിച്ചതിൽ. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത് അല്ലേ? അതുകൊണ്ട് വെറുതെ മാഷ് ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു. ഒറ്റൊരു കാര്യം കൂടി, അതായത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദ മാഷക്ക് ഇങ്ങനെ പാർട്ടിയുടെ പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് ഇല്ലായിരിക്കും. ഗോവിന്ദ മാഷനെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറയുന്നത് എന്തിനാ? നിങ്ങൾ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കോടിയേരി തടയുമായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ? ഉറപ്പായിട്ട് തടയുന്ന എനിക്ക് തോന്നുന്നു. തടയും. ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോഴത്തെ ആൾക്കാരും തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയാത്ത സബ്ജക്റ്റല്ലേ. ഞാനിവിടെ വീട്ടിലിരിക്കുന്ന ആളല്ലേ. എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കില്ല. എല്ലാവരും ഇപ്പം ഗോവിന്ദ മാഷ സ്വീകരിച്ചതിനകത്ത് പാർട്ടി അണികൾക്കിടയിൽ ഒരു വിമർശനം അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഐ ഡോണ്ട് കെയർ. എന്തായി പറയുന്നത്? എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിയം എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടത് എൻ്റെ പാർട്ടിക്കാൾ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. വിമർശിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ വിമർശനം വന്നേക്കുന്നു? നെവർ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതെല്ലാം ഒരു അർത്ഥശൂന്യമായ ചോദ്യങ്ങളും ഞാൻ അതിന് ഉത്തരം പറയാനും പാടില്ല. അവിടെ എം വി ഗോവിന്ദ മാഷിന്റെ ഭാര്യ കൂടിയായ PK ശ്യാമള ടീച്ചറായിരുന്നു സ്ഥാനാർത്ഥി. PK ശ്യാമള ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നല്ലോ സ്ഥാനാർത്ഥിയായപ്പം. ഈ കണ്ണൂർ ജില്ലയിലെ 8 സ്ഥാനാർത്ഥികളും എന്നെ കാണാൻ വന്നിരുന്നല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരോടെല്ലാം ഞാൻ അങ്ങനെ പെരുമാറൂ. അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി എനിക്കെതിരെ പറയുന്നവരല്ലേ, പാർട്ടീൻ്റെ എല്ലാവരും വരുമ്പോൾ ഞാൻ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. ഞാൻ അത്രേ ഇതിലെല്ലാം കാണുന്നുള്ളൂ. ഞാൻ വേറെ ഇതിൽ കൂടുതൽ ഇതിന് ഒരു മാനവും കൊടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ശരികളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുമുണ്ട്. അത് എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഒരിക്കലും ആർക്ക് വേണ്ടി ഞാൻ മാറ്റി വർത്താനം പറയില്ല. ഞാൻ അന്ന് പറഞ്ഞതേ ഇന്നും പറയും, ഇന്ന് പറഞ്ഞതേ നാളെയും പറയും. ഞാൻ മാറ്റി പറയില്ല.